സുപരിചിതയായിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യൂട്ടസ്റ്റ് സിംഗർ എന്ന് തന്നെ പറയാം. ആൻഡ് 40+ മലയാളം സോങ്സ് പാടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ അഖില ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. So I would like to sing a song for her. നമുക്ക് അഖില ചേച്ചിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പാട്ടില്ലാതെ എന്ത് ഇൻവിറ്റേഷൻ അല്ലേ ചേച്ചി? എൻ്റെ കൂടെ പാടണം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടിയല്ലോ. അഖില ചേച്ചിനെ ഒരു ഗംഭീര വെൽക്കം ആക്കാം. ഓക്കെ. കൽക്കണ്ട മലയെ ഒറ്റയ്ക്ക് നുണയാൻ വന്നുണ്ട് കൊതിക്കുറുമ്പൻ, തേനുള്ള മരത്തിൻ കൊമ്പത്തു കയറാൻ മോഹിച്ച പുള്ളിയുറുമ്പൻ, പഞ്ചാര കണ്ണുണ്ടേ കൊച്ചുകണക്കുഴി ഒന്നുണ്ടേ ചുണ്ടത്തമുള്ള ചെണ്ടുണ്ടേ. Oh my God. അതൊക്കെ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും എന്നറിയില്ല. കാരണം അത് എനിക്ക് 2008 ആ സിനിമ റിലീസ്. അപ്പം എത്ര പേര് ഇവിടെ ഉള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ 2008? ഉണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും പാരൻസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓ യെസ്. അപ്പോൾ അഖില ചേച്ചി, നമുക്ക് ഒഫീഷ്യലി ചേച്ചീനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലെന്ന് അറിയാം. ബട്ട് ജസ്റ്റ് എന്നാലും ചേച്ചിയുടെ ഒരു എൻ്റയർ ജേർണി ജസ്റ്റ് ഒന്ന് പറയാം. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീമതി അഖില ആനന്ദ് ബിരുദ പഠനത്തിന് ശേഷം സരസ്വതി അമ്മാളിന് കീഴിൽ 5 വർഷത്തോളം കർണാടക സംഗീതത്തിൽ പരിശീലനം നേടിക്കൊണ്ട് തൻ്റെ സംഗീത ജീവിതം ആരംഭിച്ചു. പിന്നീട് ഡോക്ടർ ഭാഗ്യലക്ഷ്മിയുടെ കീഴിൽ ഉന്നത സംഗീത പഠനം അഭ്യസിച്ച ശ്രീമതി അഖില ആനന്ദിന് പ്രശസ്ത സംഗീതജ്ഞരായ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ശ്രീ രമേശ് നാരായണൻ എന്നിവരുടെ കീഴിൽ സംഗീത പരിശീലനം നേടാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു. ജയരാജ് സംവിധാനം ചെയ്ത അശ്വരൂഢൻ എന്ന ചിത്രത്തിലെ അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി ഒരു 2 ലൈൻ ഞങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ താളം പിടിക്കോ? യെസ്, റെഡി. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി, മഴവില്ലിൻ കസവുലയും മൂകിൽ പുടവ ചുറ്റി, കുന്നിമണിക്കോലു സണിഞ്ഞ് വയൽ കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴിയൊഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ, അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. ഇതാണ് എൻ്റെ ആദ്യത്തെ ഫിലിം സോങ്. ആദ്യമായി സിനിമയിൽ പാടിയ ഈ സോങ്ങിലൂടെയാണ് അഖില ചേച്ചിനെ നമുക്ക് കിട്ടിയത്. അതിന് ഞാൻ ജയരാജ് സാറിനോടാണ് ഈ അവസരത്തിൽ നന്ദി പറയുന്നത്. കാരണം ജയരാജ് സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സിനിമയിലൊരു പാട്ട് തന്നുകൊണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇവിടെ കുറച്ച് സമയം നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്നതും ഈ പാട്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ചേച്ചീനെ നമ്മുടെ വേദിയിൽ കിട്ടുക എന്നുള്ളത്. ചേച്ചി, അപ്പോൾ ബിഫോർ ദാറ്റ് നമ്മുടെ സെഷന് മുന്നേ ആയിട്ട് ചേച്ചീനെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സിന്ധു മോഹൻ മാം, ക്രിയേറ്റീവ് ഹെഡ് ഓഫ് അമൃത TV. മൊമെന്റോ നൽകുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ കൃഷ്ണകുമാർ സർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അമൃത വിശ്വവിദ്യാപീഠം, കൊച്ചി ക്യാമ്പസ്. സർ പ്ലീസ്.
തൂകി കൂതിയൊരുങ്ങി വെട്ടിലാ ചന്ദനം തൊട്ട് അത്തിമര ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിലെ പൂമുഖം കണ്ട് ഉലകം തൊട്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുടരിയിലെ തീരകൾ വല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തെ താളങ്ങൾ പാരിതിൽ നാം പോയിടാം പിന്നടി പോയൊഴുകിടാം കൈവിട്ട പിന്നടലേ എത്തിത്തൊടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ പാട്ട്? അപ്പൊ താളടിച്ചോ. കാട്ടിരുമാലകളാകെ തേടി വന്ന പൂകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാം ചുമനപ്പൂകളാലെ ആദ്യാനുഭൂതികളായി ആദ്യാനുഭൂതികളിൽ ഞാനൊഴുകി ഞാനില്ല നീയില്ല നമ്മളെന്നാ ഓരോരോ രാവുകളും മോഹമായി നാം ഒഴുകി സ്നേഹമായി പ്രിയതരമായി ഒഴുകി പ്രണയമായി കൈവിട്ട പിന്നരേ
അഖില ചേച്ചി, ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം നമ്മുടെ കൂടെ വന്നു ആൻഡ് അടിപൊളിയായിട്ട് 2 സോങ്സ് ഇപ്പോൾ തന്നെ പാടി. അവരെ കൊണ്ട് കുറച്ച് പാട്ടുകൾ പാടിച്ചാലോ? പാട്ടുകൾ പാടിക്കാം. അതുപോലെ നിങ്ങൾ പാടുമോ? നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് കുറച്ച് പഴയ പാട്ടുകളാണ്, എന്നാലും നിങ്ങൾ പാടുമോ? പാടണേ, കൂടെ പാടണേ. യെസ്, നല്ലൊരു സിംഗറാണ്. അതെ, പാട്ട് പാടിയോ? അതിന് 2 ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ശരി. പിന്നെ ചേച്ചിയാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ചേച്ചിനെ എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പം ചേച്ചി ആക്ച്വലി എനിക്കൊരു സം പോയിന്റ്സ് എനിക്ക് ഒരുപാട് ഇൻസ്പയറിങ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള ഒരാളാണ്. ഹോസ്റ്റിങ്ങിലൂടെ അതേപോലെ ഒരു ഹോസ്റ്റിംഗ് പ്ലസ് സിംഗിങ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ചേച്ചി. അപ്പോൾ ഒരു ഹോസ്റ്റിംഗ് ജേർണി തുടങ്ങി പിന്നെ സിംഗിങ്ങിലേക്കുള്ള ടേണിംഗ് പോയിന്റ് ഓർ എങ്ങനെയാണ് ഒരു വഴി സിംഗിങ് എന്ന് വിചാരിച്ചെടുത്തതാണോ അതോ ഹോസ്റ്റിംഗ് വിട്ടിട്ട് ഇതിലേക്ക് ആവാമെന്ന് തീരുമാനിച്ചതാണോ? അങ്ങനെയൊന്നുമല്ല. എനിക്കെല്ലാം യാദൃശികമായിട്ടാണ് കിട്ടിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ആദ്യം ഞാൻ ചെറുതിലെ പാട്ട് പഠിക്കാൻ തുടങ്ങിയെങ്കിലും ഒരു പാട്ട് പരിപാടിയിൽ ദേവരാജ മാഷിൻ്റെ ഒരു പ്രോഗ്രാമിൽ കോറസ് പാടാൻ പോയി. അപ്പോഴാണ് അന്ന് ആ പ്രോഗ്രാം ആങ്കർ ചെയ്തിരുന്ന പാർവതി ചേച്ചി, മാല പാർവതി, ഇപ്പോൾ ആക്ട്രസ് ആണ്, ഒരുപാട് സിനിമകളിലുണ്ട്, അമ്മ വേഷങ്ങളിലൊക്കെ ഉണ്ട്. പാർവതി ചേച്ചിയാണ് എന്നെ ഒരു ആങ്കറായിട്ട് ആദ്യം ഒരു ചാനലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വിളിച്ചുകൊണ്ട് പോകുന്നതും സജസ്റ്റ് ചെയ്യുന്നതും ഒരു പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയതും. അപ്പം അങ്ങനെ അത് തുടങ്ങി. അത് യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണ്. പിന്നീട് ഇതുപോലെ തന്നെ ഒരു ആങ്കറായിട്ട് സ്റ്റേജിൽ നിന്ന സമയത്താണ് ജയരാജ് സാർ ആ ഓഡിയൻസിലുണ്ടായിരുന്നു. അപ്പോൾ ജയരാജ് സാർ അന്ന് ഞാൻ പാട്ടും കൂടി പാടി. അപ്പോൾ അതും യാദൃശ്ചികമായിട്ടാണ് സാറിൻ്റെ സിനിമയിലും ഒരു അവസരം കിട്ടിയത് പാടാൻ. അപ്പോൾ വന്നതല്ല. അല്ല, ഇപ്പം എൻ്റെ മനസ്സിലേ യാദൃശ്ചികമായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണേ. അല്ല, മിക്കവാറും എല്ലാവരുടെയും ഒരു കരിയർ ഒരു സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കാതെ വന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ സംഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ചേച്ചി, എന്നാലും നമുക്ക് ലൈഫിൽ ഒരു പോയിന്റ് ഉണ്ടാകത്തില്ലേ, ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണോ? ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നീട് ഫിലിമിൽ ഒരു അവസരം കിട്ടിയതിന് ശേഷം ഞാൻ ആങ്കറിങ്ങും തുടർന്നു. പിന്നെ കൂടുതൽ പ്രോഗ്രാംസും റെക്കോർഡിങ്സും ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഗ്രാജുവലി ഞാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ ഒരു വഴി ഇതാണ്, പാട്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്, എൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് ഞാൻ പിന്നീടാണ് തീരുമാനിക്കുന്നത്. പിന്നെ പതുക്കെ ഹോസ്റ്റിംഗ്. അതായത് ഒരു കൺഫ്യൂഷനുണ്ട്. ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ എനിക്ക് തന്നെ അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു സാഹചര്യം, നിങ്ങൾ എന്നെ പാടാനാണോ ആങ്കർ ചെയ്യാനാണോ വിളിച്ചത്? അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വിളിക്കുന്നവർക്കും വേണ്ട, എനിക്കും വേണ്ടാന്ന് തോന്നി. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അത്രേ ഉള്ളൂ. രണ്ടും ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടും എനിക്കിഷ്ടമാണ്. പാട്ടാണെങ്കിലും ഞാൻ ഒരു അവതാരകയായിട്ട് ചാനൽ പ്രോഗ്രാംസും ലൈവ് ഷോസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അത് രണ്ടും ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇനി നമ്മുടെ ഇടയിൽ കുറേ ഫ്യൂച്ചർ സിംഗേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു തേന്മാവിൻ്റെ ആളിരിപ്പുണ്ട്, വന്നപ്പോൾ തൊട്ട് അവിടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക ആള്. നമ്മുടെ ഫ്യൂച്ചർ സിംഗേഴ്സ് ഇൻ ദിസ് ഓഡിയൻസിലുള്ള കുട്ടികളോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? നിങ്ങൾ 2 ദിവസം എൻജോയ് ചെയ്തില്ലേ? അടിപൊളിയായിരുന്നില്ലേ? സൂപ്പറായിരുന്നു. പാട്ട് പാടി, കുറേ ഗെയിംസ് കളിച്ചു, കുറേ എന്തൊക്കെയാ, യോഗ ചെയ്തു, കളരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. 2 ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ പാട്ട് ഇഷ്ടമുള്ളവർ അത് തുടർന്നും കൊണ്ടുപോകാന്നുള്ളതാണ്. പാട്ട് മാത്രമല്ല, ഏതൊരു കലയും അതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം. പഠിത്തത്തോടൊപ്പം, പഠിത്തം മാത്രമല്ല, എല്ലാം വേണം നമുക്കല്ലേ. പാരൻസ് കുറച്ച് പേരോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ പാരൻസ് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനുള്ളൊരു അവസരം തന്നു. അപ്പം അതുപോലെ തന്നെ പുതിയ കുട്ടികൾക്കും അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാരൻസിനോട് പറയണം. കുട്ടികളോട് എന്താ പറയേണ്ടത്? അവർ എൻജോയ് ചെയ്ത് അവരുടെ ഈ കുട്ടിക്കാലം എൻജോയ് ചെയ്ത് ജീവിക്കുക. യെസ് ചേച്ചി, പിന്നൊരു ക്വസ്റ്റ്യൻ. ചേച്ചി സിംഗർ അല്ലായിരുന്നെങ്കിൽ വേറെ ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്തേനെ? അല്ലെങ്കിൽ സ്വയം ചൂസ് ചെയ്യണ്ടാവും. ഇപ്പോൾ ചേച്ചിന് ഏറ്റവും ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ചേച്ചിക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്ന പ്രൊഫഷൻ ഏതായിരിക്കും? ടഫ് ക്വസ്റ്റ്യൻ ആയി പോയി. അല്ലായിരുന്നെങ്കിൽ എന്തായാലും ഇതുപോലെ ആങ്കറിങ്, അതുപോലെ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരാളായി മാറും. ഡബിങ് ആർട്ടിസ്റ്റ് കൂടി ആയിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഡബിങ് ആർട്ടിസ്റ്റായി മാത്രം, അങ്ങനെ പാട്ടില്ലെങ്കിൽ അങ്ങനെയായിരിക്കും. അറിയില്ല, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ഇതുവരെ. ശരി, അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ സോങ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി പാടി കേൾക്കണം എന്ന് ഇഷ്ടമുള്ള സോങ്സ്. നമുക്ക് ചേർന്ന് കുറച്ച് പാട്ട് പാടിയാലോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓക്കെ.
എന്താടാ? ഞാള് പറയുന്ന പാട്ട് ലാംഗ്വേജാ. ഞങ്ങൾ പറയുന്ന പാട്ട് പാടും. അറിയാമെങ്കിൽ പാടാം. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എൻ്റെ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കൊരു കുത്തി നുള്ളിപ്പറിച്ചിട്ട് പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടുതരാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഇനി ഞാൻ പാടുന്ന നിങ്ങൾ ഏറ്റുപാടുമോ? La 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 la. La 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 la. La 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 la. La 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 la. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തളികയിൽ മാവുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പക്കുടത്തി തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. അടിപൊളി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കാം. അതെ, എടാ റാപ്പൊക്കെ ആണോടാ ചോദിക്കുന്നേ? റാപ്പല്ല, വാഴ 2-ലെ എടകൊമ്മാലെന്ന് പാട്ടില്ലേ? ഓ അടബൊമ്മാലേ. നിങ്ങൾ മൈക്ക് കൊടുത്തതാ കൂടെ പ്രശ്നം. ഞാൻ പാടാം. മൈക്കുണ്ടല്ലോ. എന്നാ പാടാൻ ധൈര്യമുള്ളവര് വാ. ആരാ ഇവിടെ പാട്ടുകാര്? അതുണ്ടോ? ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ്. കണ്ണാടിപ്പുഴയിലെ പൂന്തിരകൾ ഞാനല്ലോ തീരത്തെ ഓളങ്ങൾ. തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോയിടാം. വിണ്ണതി പോലൊഴുകിടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മരിവിള്ളാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മരിവിള്ളാണു നീ. ആ സൂപ്പർ. താങ്ക് യു സോ മച്ച്. മിടുക്കനാണേ. താങ്ക് യു. ഇനി ഇതുപോലുള്ള ഒരുപാട് സ്റ്റേജസ് കിട്ടട്ടെ. അപ്പോൾ ചേച്ചിയുടെ ഫസ്റ്റ് എവർ എക്സ്പീരിയൻസ് ഓൺ സ്റ്റേജ് അതെങ്ങനെയായിരുന്നു ഷെയർ ചെയ്യാൻ പറ്റും അവരോട്? ഇതിലിപ്പോഴും പേടിയുള്ള ആൾക്കാരുണ്ട്, സ്റ്റേജ് പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്ന് കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടി. ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ പറയാൻ ഓർമ്മയില്ല.
എന്നാലും അത് ഗ്രാജുവലി നമ്മൾ ഒരു കോൺഫിഡൻസ് ലെവൽ ഗ്രാജുവലി അതിങ്ങനെ എക്സ്പീരിയൻസിലൂടെയാണ് വരുന്നത്. ആദ്യമൊന്നും ഇപ്പോൾ ഏത് പ്രോഗ്രാം എൻ്റെ അനുഭവമാണെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് പ്രോഗ്രാം ആണെങ്കിലും ആദ്യത്തെ ഒരു പാട്ട് കുറച്ച് സമയം വരെ ഒരു ടെൻഷനായിരിക്കും. കാരണം അത് അതെ, അത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു, എത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്കും അത് ഉണ്ടാവും തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ, പുതിയ ജനറേഷൻ, അവരുടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, ഒത്തിരി കോൺഫിഡൻസ് ആണ് അവർക്ക്, എല്ലാ കാര്യങ്ങളോടും ഒരു ധാരണയുണ്ട് അവർക്ക്. അതെ അല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു കുട്ടിയുടെ പേര് ഞാൻ മറന്നു, ഓടി വന്ന് പാടിയില്ലേ, എത്ര സ്മാർട്ടായിട്ടാണ് വന്ന് പാടിയത്. അപ്പം അതുപോലെയാണ് നിങ്ങളെല്ലാവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയല്ലേ? എല്ലാവരും അത്ര സ്മാർട്ടല്ലേ? അടിപൊളിയല്ലേ എല്ലാവരും? അപ്പം ഇപ്പൊ ചേച്ചി പറഞ്ഞു നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ചമ്മാനുള്ള ധൈര്യമാണ് ആദ്യം വേണ്ടത്, അല്ലേ? ധൈര്യം വേണം. എന്ത് വന്നാലും ഇങ്ങനെ മാത്രമല്ല, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു കോൺഫിഡൻസ് വേണം. യെസ്, മേ ബി അത് ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ പാടാതിരിക്കാം. പാട്ടാണെങ്കിലും ഒരു ഡാൻസ് ആണെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കാനാണെങ്കിലും ഇപ്പോൾ കോമ്പയറിങ്ങിലാണെങ്കിലും ആ ഒരു കാര്യത്തെ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് അതിനെക്കുറിച്ചുള്ള നല്ല വൃത്തിയായി അത് പഠിച്ച് ഒരു ധാരണയിൽ വേണം സ്റ്റേജിൽ നിൽക്കുക. അപ്പോൾ എന്തായാലും കോൺഫിഡൻസ് വരും, ധൈര്യം വരും, എല്ലാം അതിൻ്റെ പിന്നാലെ വരും. പറയാനുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം ധാരണ വേണം. അത് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും അങ്ങനെയല്ലേ? എക്സാമൊക്കെ നന്നായി പഠിച്ചു പോയാൽ ഭയങ്കര കോൺഫിഡൻസ് അല്ലേ? ഫുൾ മാർക്സ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനേ ഉറവേ കരയില്ലേതാലും. നല്ലൊരു കയ്യടി, നന്നായിട്ട് പാടി. ഓക്കെ, ഞാൻ ഞാൻ ദിവ്യ, ഇവിടെ അമൃത വിദ്യാലയം കക്കാട് കണ്ണൂരിലെ സംസ്കൃത അധ്യാപികയാണ്. ഇവിടെ എൻ്റെ മകൻ വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് കുട്ടികളുണ്ട്, വിദ്യാലയത്തിലെ കുറച്ച് കുട്ടികൾ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. ഓ, അപ്പൊ ടീച്ചർ? ഞാൻ ടീച്ചറുമാണ്. ടീച്ചറിന്റെ സ്റ്റുഡൻസ് ആരൊക്കെ ഉണ്ട്? എൻ്റെ മകനുണ്ട്. എവിടെ ടീച്ചറിന്റെ മോൻ? എവിടെ? ഇവിടെ. അവന്റെ ബ്ലഷ് നോക്കാം, മുഖത്തെ സന്തോഷം നോക്ക്. അവനും പാടും കേട്ടോ. ആ, അടുത്തത് നീ. ഓക്കെ. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, നീലമേഘസുന്ദര നാരായണ ഗോവിന്ദ, നീലമേഘസുന്ദര നാരായണ ഗോവിന്ദ, ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരി
गिरिधारी गोविन्द भक्तहृदयमन्दारा भानुकोटिसुन्दरा भक्तहृदयमन्दारा भानुकोटिसुन्दरा नन्दनन्द गोपकन्द नारायण गोविन्द हरिनारायण गोविन्द जय 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 नारायण गोविन्द वनमाली राधारमण गिरिधारी गोविन्द वनमाली राधारमण गिरिधारी गोविन्द गिरिधारी गोविन्द गिरिधारी गोविन्द താങ്ക് യു സോ ഡിവൈൻ. ചേച്ചിക്ക് ഒരു ടാസ്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വേർഡ്സ് പറയും. ആ വേർഡ്സ് ആയിട്ട് ചേച്ചിക്ക് കണക്ട് ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം പ്ലസ് ഒരു സോങ്ങും. ഓക്കെ, ഒരു വേർഡ് പറയും, ആ വേർഡിനെ കുറിച്ച് ചേച്ചിക്ക് ഏറ്റവും കണക്ട് ആയിട്ടുള്ള ഒരു കാര്യം പറയും, അതേപോലെ ഒരു സോങ്ങും പാടണം ആ വേർഡ് വെച്ചിട്ട്. ഓക്കെ, റെഡി ഫോർ ദി ടാസ്ക്? യു ഗൈസ് റെഡി? ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ വേർഡ് സ്വപ്നം. സ്വപ്നം. സ്വപ്നം ഞാൻ സ്ഥിരമായിട്ട് സ്വപ്നം കാണുന്ന ആളാണ്. സ്വപ്നം കാണാറുണ്ട്, ഉറക്കത്തിലും കാണാറുണ്ട്. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ സ്വപ്നം കാണാനാണ് ഇഷ്ടം. ഓക്കെ, ഇനി ഒരു പാട്ട്. സ്വപ്നത്തിലൊരു പാട്ട്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത് ശരിക്കും സ്വപ്നമല്ല, ഒരു കാത്തിരിപ്പാണല്ലേ. പക്ഷെ സ്വപ്നം വെച്ചൊരു പാട്ടുണ്ട്. സ്വപ്നം വെച്ചിട്ട് ഒരു പാട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റും? നമുക്ക് ഓഡിയൻസിന് പാസ് ചെയ്യാം. ഇതൊരു പെർസ്പെക്റ്റീവ് ഓഫ് സ്വപ്നം. എനിക്കൊരു പാട്ട് പറഞ്ഞതാ സ്വപ്നം വെച്ച്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങി ഒരു പോക്ക് ഉടയവന്റെ വിളി കേട്ട് പറഞ്ഞു. മാഡം, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. പിന്നെ ബാക്കി പറഞ്ഞു. യെസ്, അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടതെല്ലാം അതെ 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 ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കുന്നാടേ സ്വർഗം തന്നെ നീയേ. അപ്പൊ നെക്സ്റ്റ് വേർഡ് പറയട്ടെ. നെക്സ്റ്റ് വേർഡ് ഈസ് പ്രണയം. 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 ഞാൻ ചാൻസ് തരുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി, കേട്ടല്ലോ. പ്രണയത്തെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അതിന്റെ ഒരു സോങ് കൂടെ. പ്രണയത്തെ കുറിച്ച്, പ്രണയം നല്ലതാണ്. ഇപ്പൊ ഇവരോട് എന്താ ഞാൻ പ്രണയത്തെ കുറിച്ച് പറയാൻ? പ്രണയം നമുക്ക് പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പൊ പിന്നെ ഞാൻ ഇനി അതിനപ്പുറം എന്താണ് പ്രണയത്തെ കുറിച്ച് പറയേണ്ടത്? പ്രണയം എന്ന് പറഞ്ഞാൽ whatever you do it with love. അതല്ലേ? അതിനൊരു ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ ഇല്ല. അതെ, ഇല്ല, അതാണ് പ്രശ്നം. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രണയം വെച്ചിട്ടുള്ള ഏതെങ്കിലും സോങ്സ്, പ്രണയം എന്നുള്ള വേർഡ് വേണം. ഓഡിയൻസും ആലോചിക്കുക. ചേച്ചി പറയും. നമസ്കാരം, ഞാനൊരു കോളേജ് ടീച്ചറാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? ഫിസിക്സ് സബ്ജക്റ്റാണ്. ഞാൻ കുറച്ച് നീങ്ങിക്കട്ടെ, എനിക്ക് ടെൻഷൻ. എൻ്റെ പേര് ഡോക്ടർ വിനേഷ് ആറ്റടപ്പ. വീട് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പഴശ്ശി വില്ലേജിലാണ്. എൻ്റെ ഒരു മോന് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു മോളും ഉണ്ട്.
ചെറുത് മോള്. ഞാൻ വർക്ക് ചെയ്യുന്നത് പോണ്ടിച്ചേരി ആയതുകൊണ്ട് കോളേജ് പരിപാടിക്കൊക്കെ മലയാളം പാട്ട് പാടാറുണ്ട്. കാരണം അവർക്ക് മലയാളം അറിയില്ലല്ലോ. സേഫായിട്ട് പാടുന്നു. അതുകൊണ്ട് രണ്ടുപേര് പാടാറുണ്ട്. പിന്നെ എൻ്റെ വൈഫ് ഇവിടെ ഇല്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പാടാം. അത് വൈഫ് പാട്ട് സപ്പോർട്ട് ചെയ്യില്ല? വൈഫ് പൊതുവെ സപ്പോർട്ട് ചെയ്യാറില്ല. വൈഫ് കേട്ട് കേട്ട് മടുത്തതാണോ? പഠിക്കും. ഒരു പഴയ പാട്ട് പാടാം. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്നേ എന്നോടു കിന്നാരം പറഞ്ഞവനേ, വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെളിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനേ, എന്നോടു കിന്നാരം പറഞ്ഞവനേ, കളിവാക്കു പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്, ഇന്ന് കരക്കാരെ നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്, എൻ്റെ കരളിന് കുളിരാണ്. താങ്ക് യു. പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. ഓ ഗോഡ്, അടിപൊളി അടിപൊളി. സുജാ ചേച്ചി പാടിയ ഉഗ്രം പാട്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. സത്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ വേർഡും കൂടെ ചിരി. ചിരി 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 ചിരിയെ കുറിച്ച് എന്താ പറയുക? ചിരി വെച്ചിട്ട് ചിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും ചിരി വെച്ചിട്ട് പറയാൻ ആഗ്രഹമുള്ള? ചിരി ഞാൻ എപ്പോഴും എന്നെ എല്ലാവരും കളിയാക്കുകയാണോ പോസിറ്റീവായിട്ട് പറയുന്നതാണോ എന്നറിയില്ല. ഞാൻ സംസാരിക്കുമ്പോഴും ഫോണിൽ സംസാരിച്ചാലും സ്റ്റേജിലാണെങ്കിലും എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കും. സീരിയസ് ആയിട്ടൊന്നും അപ്രോച്ച് ചെയ്യില്ല എന്നുള്ളൊരു ഒരു 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 കമൻറ്റ് പറയാറുണ്ട്. സത്യം, നല്ല പ്ലസന്റ് ആണ് ഫേസ് കാണാനും. ആ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. എന്നോട് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഫോണിൽ സംസാരിച്ചാലും അതെ, ഞാനിങ്ങനെ ഒരു വാചകം പറയുന്നതിൻ്റെ ഇടയിൽ കുറേ ചിരി വരും. അതെൻ്റെ ഒരു നേച്ചർ. അപ്പം ചിരിയെക്കുറിച്ച് പാടാം. ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ, ചില്ലനിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലോ, ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ടേ കൊതി തുള്ളാതെ, മധുവിധുരാവിലെല്ലാം പണ്ടേ പതിവാണല്ലോ, കണ്ണിടകൾ കടുകുവറുക്കണ സുഖമാണല്ലോ, കവിളിനകൾ ചോന്നു തുടക്കണ പതിവാണല്ലോ, മറുവട്ടം കൂടി പറയണതെന്തിന് ഞാൻ ഞാൻ ഞാൻ. അപ്പൊ ചേച്ചി, ഒരുപാട് സന്തോഷം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ. ആൻഡ് എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ആനച്ചമ എന്ന് പറഞ്ഞ മൂവിയിലത്തെ ആനച്ചന്തം. യെസ്, ചന്തം. ആ മൂവിയിലത്തെ സോങ് നമുക്ക് വേണ്ടി പാടാവോ? ട്രാക്കില്ല, ഞാൻ വെറുതെ പാടട്ടെ. ഞാനത് ആനച്ചന്തം എന്ന് പറയുന്ന സിനിമ എൻ്റെ രണ്ടാമത്തെ ഫിലിം സോങ് ആണ്, സിനിമയാണ് ആനച്ചന്തം. അതിൽ ശ്യാമവാനിൽ എന്നുള്ള പാട്ടാണ് പാടിയത്. അതൊക്കെ റിലീസായത് 2006 അശ്വാരൂഢന് ശേഷം രണ്ടാമത്തെ സിനിമ ആനച്ചന്തം. അപ്പം അതിൽ പാടാം. അതൊരു നല്ലൊരു മെലഡിയാണത്. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തോ, സ്വർണ്ണമല്ലിപ്പൂവുതേ
സ്വർണ്ണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ കുന്നിമണിക്കുന്നിലേ തിന്നലിങ്ങു വന്നുവോ നിന്നു ചാമരങ്ങൾ വീശിയോ മുത്തുമണിമേട്ടിലേ ചിത്രചിറ്റലാംഗികൾ പത്മതാലമേന്തി നിന്നുവോ കുയിലുകൾ പാടിയോ കുരുവികൾ കൂടിയോ കുയിലുകൾ പാടിയോ കുരുവികൾ കൂടിയോ കുരകമണി നടന്നുവോ പഞ്ചവാദ്യമേളം ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ സ്വർണ്ണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ അപ്പോൾ താങ്ക് യു സോ മച്ച് അഖില ചേച്ചി. ഒരുപാട് സോങ്സ് നമുക്ക് പാടി തന്നു, ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നേരിട്ട് കാണാൻ സാധിച്ചതിലും നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിലും താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം എനിക്കും. കാരണം നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇങ്ങനെ ഇവിടെ വന്ന് കുറേ പാട്ടുകളൊക്കെ പാടി നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇരിക്കാൻ പറ്റി. അപ്പോൾ നല്ല കുറച്ച് നിമിഷങ്ങളാണ്. അമൃത ടി വിയോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. ഇപ്രാവശ്യവും ഇവിടെ കണ്ണൂർ ഈ സ്കൂളിൽ വന്ന് നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിലും എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ പാടിയത് ഇഷ്ടമായില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടൊക്കെ പാടി തന്നാലും ഒരുപാട് സന്തോഷം.